എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് സാരിയുടെയും ഷോളിൻ്റെയും അറ്റത്തൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ക്രോഷ്യ വർക്കാണ്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള ഒരു വർക്ക്. ഇതിന് ഹുക്ക് 1.0 mm ഹുക്ക്, പിന്നെ വൂളൻ യാണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ കോട്ടൺ യാൺ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സിൽക്ക് ത്രെഡ് ഉപയോഗിച്ച് ചെയ്യാം. ആദ്യം ഈ നൂലിൻ്റെ അറ്റത്ത് ഒരു കെട്ടിടണം. ഇതിങ്ങനെ റൗണ്ടായിട്ടെടുത്ത് ഹുക്ക് ഇങ്ങനെ കടത്തി ഇട്ട് വലിക്കുക. കെട്ടായി. ഈ നൂല് ഈ തുണിമേ പിടിപ്പിക്കണം. ഹുക്ക് ഇങ്ങനെ തുണിയുടെ ഉള്ളിൽ കൂടെ കടത്തി യാണിങ്ങോട്ട് ഈ നൂലടക്കം ഇങ്ങോട്ട് വലിച്ചെടുക്കുക. എന്നിട്ട് ഈ നൂലടക്കം ഹുക്ക് ഈ രണ്ട് നൂലിൻ്റെ ഉള്ളിൽ കൂടെ കടത്താം. അപ്പോൾ ഒരു സിംഗിൾ ക്രോഷ്യ ആയി. ഇനി ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. 1 2 3 4 5 ചെയിൻ ചെയ്തു. ഇനി ഇതിങ്ങനെ വെച്ച് നോക്കുക. അപ്പോൾ ഈ വെക്കണ ഈ ഇത്ര വേണ്ട, ഇത് കുറച്ച് ബാക്കോട്ട് നീങ്ങിയിട്ട് ഇതേപോലെ ഹുക്ക് കടത്തി സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഈ ഹുക്ക് യാണടക്കം അങ്ങോട്ട് എടുക്കുക. ഈ രണ്ട് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ കടത്താം. അപ്പോൾ ഒരു സിംഗിൾ ക്രോഷ്യ. ഇനി 5 ചെയിൻ ചെയ്യാം. 2 3 4 5. വീണ്ടും ഇങ്ങനെ തന്നെ വെച്ച് നോക്കുക. എന്നിട്ട് അതിൻ്റെ ബാക്കിൽ വരുന്ന വിധത്തിൽ ഹുക്ക് കടത്തി സിംഗിൾ ക്രോഷ്യ ചെയ്യണം. ഇതിങ്ങനെ വെച്ച് നോക്കുമ്പോൾ അവിടെയല്ല, കുറച്ച് ബാക്കോട്ട് നീക്കിയിട്ട് ആണ് സിംഗിൾ ക്രോഷ്യ ചെയ്യേണ്ടത്. ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി 5 ചെയിൻ ചെയ്യാം. 3 4 5. വീണ്ടും ഇതേപോലെ തന്നെ ഹുക്ക് ഇങ്ങനെ വെച്ച് നോക്കി അതിൻ്റെ കുറച്ച് ബാക്ക് വരുന്ന വിധത്തിൽ സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. വീണ്ടും 5 ചെയിൻ ചെയ്യാം. 1 2 3 4 5. വീണ്ടും ഇവിടെ സിംഗിൾ ക്രോഷ്യ, 5 ചെയിൻ, സിംഗിൾ ക്രോഷ്യ, അങ്ങനെ ചെയ്യാം. ഇത് ഇത്ര വരെ ഞാൻ ചെയിൻ സ്റ്റിച്ച് ചെയ്തു. ഇനി ഇതിങ്ങോട്ട് തിരിച്ചു പിടിക്കുക. തുണി ഇങ്ങോട്ട് തിരിച്ചു പിടിച്ചിട്ടാണ് ഇനി ചെയ്യുന്നത്. ആദ്യം ഈ ചെയിനിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇനി ഈ നൂലിങ്ങോട്ടൊന്ന് വലിക്കാം. എന്നിട്ട് ഡബിൾ ക്രോഷ്യ ചെയ്യണം. ആ ചെയിൻ ചെയ്തില്ലേ അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ കടത്തി ഡബിൾ ക്രോഷ്യ ചെയ്യാം. 2 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യാം. അപ്പോൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി 2 ചെയിൻ ചെയ്യാം. വീണ്ടും ആ സെയിം ലൂപ്പിൽ തന്നെ 3 ഡബിൾ ക്രോഷ്യ ചെയ്യാം. 1 2 3. കണ്ടോ, അങ്ങനെ കിട്ടും. ഞാൻ അടുത്ത ഈ റൗണ്ടില്ലേ ഇത് സ്കിപ്പ് ചെയ്തിട്ട്, അതായത് ഇത് വിട്ടിട്ട് അടുത്ത ഈ ചെയിൻ ചെയ്തില്ലേ ആ 3 മൂന്നാമത്തെ ചെയിൻ നടുക്കുള്ള ചെയിനിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യും. ഇതേപോലെ തന്നെ 3 ഡബിൾ ക്രോഷ്യ ചെയ്യാം. 3 ഡബിൾ ക്രോഷ്യ. ടു ചെയിൻ ചെയ്യും. വീണ്ടും ആ സെയിം ലൂപ്പിൽ തന്നെ 3 ഡബിൾ ക്രോഷ്യ ചെയ്യും. കണ്ടോ, ഈ ഡിസൈനിൽ കിട്ടും. ഇത് ഇതിൻ്റെ നടുക്കായിട്ട് വരും. ഇത് രണ്ടും 3 ഡബിൾ ക്രോഷ്യ 2 ചെയിൻ, 3 ഡബിൾ ക്രോഷ്യ, 3 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 3 ഡബിൾ ക്രോഷ്യ. ഇനി അടുത്ത് ഈ ചെയിനിൻ്റെ ഈ റൗണ്ട് വിട്ടിട്ട് ഇപ്പുറത്തെ ചെയിനിൽ മൂന്നാമത്തെ ചെയിനിലാണ് ഇനി ഇതേപോലെ 3 ഡബിൾ ക്രോഷ്യ 2 ചെയിൻ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്.
ഇത് വിട്ടിട്ട് ഇവിടുത്തെ മൂന്നാമത്തെ ചെയിനിൽ 3 ഡബിൾ ക്രോഷേ, 2 ചെയിൻ, ആ സെയിം ലൂപ്പിൽ തന്നെ 3 ഡബിൾ ക്രോഷേ. കണ്ടോ, ചെയ്ത് വരുമ്പോൾ ഈ ഡിസൈനിൽ കിട്ടും. ഇവിടെ ഇങ്ങനെ റൗണ്ട് പോലെ ചെയിൻ സ്റ്റിച്ച്, ഇവിടെ 3 ഡബിൾ ക്രോഷേ, 2 ചെയിൻ, 3 ഡബിൾ ക്രോഷേ, ഇങ്ങനെ എത്ര വേണമെങ്കിൽ ചെയ്യാം. ചെയ്ത് വരുമ്പോൾ ഈ ഡിസൈനിൽ കിട്ടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.